ഇരുപതാം നൂറ്റാണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ 2 സിനിമകൾ കഴിഞ്ഞിട്ട് മൂന്നാമത് ചെയ്യുന്ന സിനിമയാണ് ഇരുപതാം നൂറ്റാണ്ട്. അതിനകത്താണ് എസ് എൻ സ്വാമിയാണ് എൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ അതിനൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആംഗിളാണ് സ്വാമി ആ കഥയിൽ കൊണ്ടുവന്നത്. അപ്പോൾ സ്വാമിയുടെ ആ സ്ക്രിപ്റ്റിന് അനുസരിച്ച് തന്നെ അതിൻ്റെ ഒരു വിഷ്വലും ഞാൻ പ്ലാൻ ചെയ്ത് അത് അതിമനോഹരമായി ഷൂട്ട് ചെയ്ത് മറ്റാസിൽ പോയി ഡബിൾ പോസ്റ്റ് കാണുമ്പോൾ ശ്യാംജിയോട് പറഞ്ഞു, മധു മോനെ, ഇത് റീ റെക്കോർഡിങ്ങിന് ഒരുപാട് സാധ്യതകളുള്ള സിനിമയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ സമയം ഇതിന് വേണം. കാരണം സാധാരണ സിനിമകൾ അന്ന് 3 ദിവസം കൊണ്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്കിതൊരു 4-5 ദിവസം കൊണ്ടേ ഇത് ചെയ്യാനൊക്കത്തുള്ളൂ. കാര്യം ഇതിനകത്ത് ഒരുപാട് വിഷ്വൽസ് വളരെ നന്നായിട്ടുണ്ട്, എൻ്റെ ക്ലൈമാക്സൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അതുകൊണ്ടൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ സപ്പോർട്ട് ഇതിന് കൊടുത്താൽ പടം വളരെ നന്നായിട്ടുണ്ട് എന്ന് ശ്യാംജിയാണ് ആദ്യം എന്നോട് പറയുന്നത്. അതിൻ്റെ നിർമ്മാതാവ് മണിസാർ അത് സമ്മതിക്കുകയും അങ്ങനെ അതിൻ്റെ റീ റെക്കോർഡിങ് ആരംഭിക്കുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് ശ്യാംജി പറഞ്ഞ് ഇതിനൊരു ഹീറോ തീം ഞാൻ ഉണ്ടാക്കി കേൾപ്പിക്കാം, ഒരു 2-3 ഹീറോ തീം ഉണ്ടാക്കി മുന്നേ കേൾപ്പിക്കാം, അതിലിഷ്ടപ്പെട്ടത് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം എന്ന് പറയുകയും അങ്ങനെ ശ്യാംജി പറഞ്ഞതുപോലെ ഒരു 3 വെറൈറ്റി തീം മ്യൂസിക്കിന് വേണ്ടിയിട്ട് പുള്ളി തയ്യാറാക്കി. അതിൽ നിന്ന് ഞാനും സ്വാമിയും കൂടെ സെലക്ട് ചെയ്തു. അപ്പോൾ സെലക്ട് ചെയ്തപ്പോൾ തന്നെ ശ്യാംജി പറഞ്ഞു, ഇതാണ് എനിക്കും ഏറ്റവും ഈ 3 ഇഷ്ടപ്പെട്ടത് എന്ന് പറയും. അങ്ങനെ അത് ഫിക്സ് ചെയ്യുകയും ചെയ്ത് അതാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ മോഹൻലാലിൻ്റെ ക്യാരക്ടറിൻ്റെ ഇൻട്രഡക്ഷൻ, സാഗർ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഇൻട്രഡക്ഷൻ ഒരു കാർ റാലിയിലാണ്.